ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജസ്റ്റ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സീക്വൻസും കൂടെ വേണം ഗോൾഡൻ കളറിലെ. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് മാത്രം മതി നമ്മൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ പാറ്റേൺ വന്നിട്ട്. ഈ പാറ്റേൺ നമ്മൾ ഫസ്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കിൻ്റെ വിട്ടും ലെങ്തും ഒക്കെ അനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവിടുന്ന് ബോർഡർ ലൈനിന് ഒരു 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതേ ഷേപ്പിൽ തന്നെ പകുതിക്ക് കൊണ്ട് നിർത്തുക. അതിനുശേഷം രണ്ട് സൈഡിലും. അതിനുശേഷം താഴേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. വരച്ചിട്ട് നമ്മൾ രണ്ട് സൈഡ് ഒരേപോലെ ആവണം. എന്നിട്ട് നമ്മൾ സെൻറ്റർ പോർഷൻ കണ്ടുപിടിച്ചിട്ട് അവിടുന്ന് രണ്ട് സൈഡിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്തൊക്കെ എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു സൈസ് അനുസരിച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആദ്യം ഒരു 1 ഇഞ്ച് ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 1 ഇഞ്ച് രണ്ട് സൈഡിലും, അവിടെ ഒരു 1 ഇഞ്ച്, ഇവിടെ ഒരു 1 ഇഞ്ച്. അതിനുശേഷം ഈ നെക്കിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഒന്ന് കണ്ടുപിടിച്ചിട്ട് രണ്ട് സൈഡും ഒരേപോലെ വരണം. ഒരേ അളവിൽ വന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു യു ഷേപ്പിൽ തന്നെ ഒന്ന് അല്ലെങ്കിൽ വൈഡാക്കിയിട്ടൊന്ന് വരച്ചു കൊണ്ടുവരിക. എന്നിട്ട് അവിടുന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈന് ഏകദേശം ഒരു 11 ഇഞ്ചോളം മതി നമുക്ക് ഈ ഒരു ഡിസൈനിൻ്റെ ഒരു യോക്ക് പോർഷൻ മതിയാവും. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് പിന്നെ ആ രണ്ട് സൈഡും കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അവിടെ ഫുള്ള് നമ്മൾ സ്റ്റെമ്മുകളും ലീഫുമാണ് വന്നിട്ടുള്ളത്. പിന്നെ സെൻറ്റർ പോർഷന് ഒരു 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ലൈൻ വരച്ചിട്ട് പിന്നെ സീക്വൻസ് വർക്കും ബീഡ്സ് വർക്കും കൂടിയാണ് അവിടെ വരുന്നത്. മനസ്സിലായോ? ഞാൻ മെറ്റീരിയലിലേക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേ സെയിം അളവിൽ തന്നെ നമ്മൾ താഴേക്ക് ഒരു 1 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് ഇതേപോലെ രണ്ട് സൈഡിലും ലീഫുകൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വി ഷേപ്പിൽ കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട്. സെൻറ്റർ പോർഷനിൽ വരുമ്പോൾ കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് ലൈൻസ്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കൊടുത്തതെടുത്തെല്ലാം നമുക്ക് സീക്വൻസ് വർക്കുകളാണ് വരുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്തു കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ വളരെ ഈസിയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് വരച്ചെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തു പോയാൽ മതി. ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1 ഇഞ്ചിൽ വീണ്ടും ഒരു യു ഷേപ്പിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് ആ ബോർഡർ ലൈൻ, നമ്മുടെ നെക്കിൻ്റെ ബോർഡർ ലൈന് ഞാൻ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ ആദ്യം ഒന്ന് ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലോക്കിട്ട് കൊടുത്തിട്ട് ഓരോ ബീഡ്സ് വെച്ചിട്ടും നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ വീഡിയോസിലും പറയണ പോലെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ നമ്മുടെ ഈ ഒരു വർക്ക് നിൽക്കും. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ ബീഡ് വർക്ക് എപ്പോൾ ചെയ്താലും നമ്മൾ ലോക്കിട്ട് തന്നെ പോകണം. ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ പോലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വർക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും ഇതേപോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് വളരെ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ ബീഡ്സുകളും നമ്മൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആരി നീഡിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ആ ഒരു ലൈൻ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ സെൻറ്ററിൽ കുറച്ച് ലൈൻസൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ലൈൻസൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോ ബീഡും നമുക്കിതേപോലെ ചെയ്ത് കൊടുത്തിട്ട് പകുതിക്ക് കൊണ്ട് നിർത്തുകയാണ്. കാരണം കുറച്ച് റൗണ്ട്സ് കൊടുത്തേക്കണ കണ്ടോ, അവിടെ നമ്മൾ സീക്വൻസാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ ചെയ്ത് ലൈൻസ് ചെയ്ത് ഫില്ല് ചെയ്ത് പോയാൽ മതി. കണ്ടോ, നമുക്ക് ഇത്ര ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അകത്തുള്ള ലൈൻസൊക്കെ കുറേ ചെയ്ത് കൊടുത്തു. പിന്നെ ആ ലീഫ് വരന്നിട്ടുള്ള ഒരു ഭാഗം കണ്ടോ, അവിടെ കൂടെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് ആ ലീഫ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് ഞാനൊരു 3 to 4 ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ ബീഡ്സ് 3 to 4 ബീഡ്സ് എടുത്തിട്ട്
സൈഡിലേക്ക് ചരിച്ച് നമ്മളൊരു 3 പെറ്റൽ പോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഫസ്റ്റ് നമ്മളൊരു 4 ബീഡ്സ് എടുത്തു. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതേപോലെ എടുക്കുമ്പോഴും ജസ്റ്റ് ഓരോ ബീഡ്സിൻ്റെ ഇടയിലും ഒന്ന് ലോക്കിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. കാരണം നമ്മൾ ഫ്രെയിമിൽ വെക്കുമ്പോൾ നല്ല ടൈറ്റായിട്ടാണ് ഫ്രെയിം ഇരിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇതിങ്ങനെ തൊട്ട് കഴിഞ്ഞാലൊന്നും ഈ ബീഡ്സ് അനങ്ങത്തൊന്നുമില്ല. പക്ഷേ നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഊരി കഴിയുമ്പോൾ ഈ ബീഡ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയുക, അനക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനാണ് ഈ പറഞ്ഞു തരുന്നത്. ഓരോ ബീഡ്സുകളും നിങ്ങൾ ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ലോക്കിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ 2 സൈഡിലും നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഡിസൈന്. ബിഗിനേഴ്സിന് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ ഈ വരച്ച് കാണിച്ച പോലെ നിങ്ങൾ ആ ഒരു മെഷർ അനുസരിച്ചിട്ട് വരച്ചാൽ മതി. നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ അല്ലെങ്കിൽ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് 11 ഇഞ്ച് അല്ലെങ്കിൽ 12 ഇഞ്ച്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു നെക്കിൻ്റെ ആ ഒരു വിട്ടും കാര്യങ്ങൾ, അതായത് നമ്മുടെ ആ ഒരു ഡിസൈനിൻ്റെ വിട്ടും കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. 2 സൈഡ് ഈക്വൽ ആയിരിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ, നമ്മൾ ലീഫ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു സീക്വൻസ് ആണ് കേട്ടോ. അപ്പോൾ സീക്വൻസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു സീക്വൻസ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ പെട്ടെന്ന് എടുത്തപ്പോൾ അത് ഈ ഒരു സീക്വൻസ് ആയിട്ടോ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ വലുപ്പമുള്ളതുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിനനുസരിച്ചാണ് പക്ഷേ ഞാൻ വർക്ക് ചെയ്ത് പോയത്. പക്ഷേ സീക്വൻസ് ചെറുതായിപ്പോയി. അതിന് പകരം ഞാൻ കുറച്ചും കൂടെ അതിനകത്ത് വലുപ്പം കൂട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയ സീക്വൻസ് എടുക്കുന്നെങ്കിൽ ഇതേപോലെ ഒരു 4 സീക്വൻസ് എടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇനി ഓരോ സീക്വൻസിൻ്റെ ഇടയിൽ കൂടി അടുത്ത സീക്വൻസ് ഇതേപോലെ ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതും നല്ല രസമാണ് കേട്ടോ. ഈ ഒരു ഡിസൈനും നമ്മൾ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ലൈറ്റിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോഴത്തേനും ലൈറ്റിൻ്റെ നല്ലൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നെ അതാ സെൻറ്ററിൽ ഒരു ഷുഗർ ബീഡും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി, വരച്ചെടുത്താൽ മതി. അപ്പം നിങ്ങൾക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റ് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. സിൽക്കി ജോർജറ്റ് എന്നാണ് കേട്ടോ എന്ന് പറയുന്നത്. ഇതെല്ലാ ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്